Today we will discuss some problems. The first question is, test for convergence the following series. First question, sigma I equal to 1 to infinity 2 raised to I divided by I raised to 8. I raised to 8 ആണ് 8. Second one, sigma n equal to 1 to infinity b raised to n divided by n factorial. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കിവിടെ സീരീസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം എ ഐ എന്ന് പറഞ്ഞ ടേം കണ്ടുപിടിക്കണം, പിന്നെ എ ഐ പ്ലസ് 1 കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എ ഐ എന്ന് പറഞ്ഞ ടേം എന്താണ് ഇവിടെ? എ ഐ ഈക്വൽ ടു 2 റേസ് ടു ഐ ഡിവൈഡഡ് ബൈ ഐ റേസ് ടു 8. അപ്പോൾ ഇത് ഏത് മെത്തേഡ് വെച്ച് ചെയ്യുന്നത് നല്ലത്? റേഷ്യോ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. റേഷ്യോ ടെസ്റ്റ് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി എ ഐ കിട്ടി. ഇനി അടുത്തത് എ ഐ പ്ലസ് 1. അപ്പോൾ ഐ ഉള്ള സ്ഥലത്തൊക്കെ ഐ പ്ലസ് 1 കൊടുത്താൽ മതി. അപ്പോൾ എന്തൊരു 2 റേസ് ടു ഐ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഐ പ്ലസ് 1 റേസ് ടു 8. ഇനി നമുക്കിതിൻ്റെ റേഷ്യോയുടെ ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ therefore ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി എ ഐ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എ ഐ which is equal to എ ഐ പ്ലസ് 1 എന്ന് പറയുന്നത് 2 റേസ് ടു ഐ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഐ പ്ലസ് 1 ഓൾ റേസ് ടു 8 ആണ്. ഇനി എ ഐ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം, എന്നിട്ട് മാറ്റി എഴുതാം. എ എന്ന് പറയുന്നത് 2 റേസ് ടു ഐ ബൈ ഐ റേസ് ടു 8 വിച്ച് ഈസ് ഈക്വൽ ടു എന്തായാലും നമുക്ക് ഇത് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 റേസ് ടു ഐ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഐ പ്ലസ് 1 ഓൾ റേസ് ടു 8 ഇൻറ്റു ഐ റേസ് ടു 8 ബൈ 2 റേസ് ടു ഐ. അപ്പം നമ്മുടെ ടേം ഇങ്ങനെയായി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇനി നമുക്കിത് ഏതെങ്കിലും കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റുന്നതോ അതുപോലെ കട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പുറത്തെടുക്കുക, എന്നിട്ട് നോക്കാം നമുക്ക്. ഇതിൽ ഇവിടെ 2 പവർ ഐയും ഇവിടെ 2 പവർ ഐ പ്ലസ് 1 ആണ് അല്ലേ. 2 പവർ ഐ ഇൻറ്റു 2 അല്ലേ 2 പവർ ഐ പ്ലസ് 1. അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്ത് ബാക്കി ഇവിടെ 2 മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. മുകളിൽ 2 മാത്രമേ ഉണ്ടാവുള്ളൂ. 2 പവർ ഐ ഇൻറ്റു 2 ആണ്. അപ്പോൾ ഇതിവിടെ ഒരു 2 മാത്രമേ കൂടുതലുള്ളൂ. അപ്പോൾ 2 ഇൻറ്റു ഇതിൻ്റെ രണ്ടിൻ്റെയും പവർ 8 ആണ്. അപ്പോൾ ഐ ബൈ ഐ പ്ലസ് 1 ഓൾ റേസ് ടു 8 എന്ന് എഴുതാലോ. അപ്പോൾ ലിമിറ്റും കൂടെ കൊടുക്കണം കേട്ടോ. ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുത്തിട്ടില്ല. ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി, ഇവിടെ ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി. ഇനി ഇതിൻ്റെ ലിമിറ്റ് കാണണം. നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് ഐ പുറത്തെടുത്ത് കട്ട് ചെയ്ത് കളയാലോ. വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി 2 ഇൻറ്റു ഇവിടെ നമ്മൾ ഐ പുറത്തെടുത്തു ഈ താഴത്തേന്ന് ഐ ഇൻറ്റു 1 പ്ലസ് 1 ബൈ ഐ എന്ന് എഴുതി കൂടെ ഇങ്ങനെ റേസ് ടു 8. ഈ ഐയും കട്ട് ചെയ്തു. ഇനി നമ്മൾ ഇത് ഐ ആണ്. ഇനി നമുക്ക് ഐക്ക് ഇൻഫിനിറ്റി കൊടുക്കാം. ഐ ഇൻഫിനിറ്റി കൊടുത്താൽ ഈ ടൈം 0 ആയിപ്പോൾ. അപ്പോൾ ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ? 1 ബൈ 1 ഉണ്ടാവുള്ളൂ. 1 ബൈ 1 എന്ന് പറഞ്ഞാൽ 1 പവർ 8 എന്ന് പറഞ്ഞാൽ 8 തന്നെ, അല്ല സോറി 1 തന്നെ. അപ്പോൾ ടോട്ടൽ ഇവിടെ 2 ഇൻറ്റു 1 കിട്ടും. അപ്പോൾ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? 2 കിട്ടി. 2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ് അല്ലേ. അപ്പോൾ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 2 ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഹെൻസ് ബൈ റേഷ്യോ ടെസ്റ്റ് R ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്ത് പറയാം? ഡൈവേർജന്റ് ആണ് അല്ലേ. അപ്പോൾ ഹെൻസ് ബൈ റേഷ്യോ ടെസ്റ്റ് the given series divergent. Series is divergent. അപ്പോൾ R2 കിട്ടിയതുകൊണ്ട് നമുക്ക് പറയാം ഈ സീരീസ് ഡൈവേർജന്റ് ആണ്. ഇനി അടുത്ത ഒരെണ്ണം നമുക്ക് ചെയ്ത് നോക്കാം. അടുത്ത ഈ ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഫാക്ടോറിയലൊക്കെ വരുന്ന ഒരു ടൈമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ ഇതിൽ എന്നിൻ്റെ ടൈമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എ എൻ എഴുതാം. ഹിയർ എ എൻ ഈക്വൽ ടു
b raised to n by n factorial and an plus 1 equal to b raised to n plus 1 divided by n plus 1 factorial. ഇനി നമ്മൾ അതിന്റെ ലിമിറ്റ്, റേഷ്യോയുടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an പ്ലസ് 1 ബൈ an കാണണം. അപ്പൊ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n പ്ലസ് 1 എന്ന് പറയുന്നത് b റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻ ഡിവൈഡഡ് ബൈ ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാം. അത് ഇൻറ്റു ചെയ്താലും മതി. ഇതിന്റെ റെസിപ്രോക്കൽ നമ്മൾ ഡിവൈഡഡ് ബൈ ചെയ്യുമ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ b റേസ് ടു n വരും അല്ലെ. അപ്പൊ നേരത്തെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനൊന്നിവിടെ കാണിച്ചു തരാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ഈ b റേസ് ടു n പ്ലസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? b റേസ് ടു n ഇൻറ്റു b എന്ന് എഴുതാം അല്ലെ. പിന്നെ ഇൻറ്റു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? n ഫാക്ടോറിയൽ ഇൻറ്റു n പ്ലസ് 1 അല്ലെ. 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര n ഇൻറ്റു n പ്ലസ് 1 ആണ് n പ്ലസ് 1 ഫാക്ടോറിയൽ. അപ്പൊ n ഫാക്ടോറിയൽ ഇൻറ്റു n പ്ലസ് 1 എഴുതാം, n പ്ലസ് 1 ഫാക്ടോറിയലിന്. ഇനി ഇത് b റേസ് ടു n. ഇനി നമുക്ക് ഏതൊക്കെ കട്ട് ചെയ്യാം? b റേസ് ടു n ഉം b റേസ് ടു n ഉം കട്ട് ചെയ്തു, n ഫാക്ടോറിയലും n ഫാക്ടോറിയലും കട്ട് ചെയ്തു. ബാക്കി എന്താ ഉള്ളത്? b ബൈ n പ്ലസ് 1 മാത്രമേ ഉള്ളൂ അല്ലേ. നമ്മൾ ഇതിന്റെ മോഡുലസ് ആണ് നമ്മൾ എടുക്കുക കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. ചിലതിന് നമുക്ക് മോഡ് എടുത്തില്ലെങ്കിലും പോസിറ്റീവ് തന്നെ വരുന്നതുകൊണ്ടാണ് നമ്മൾ മോഡായിട്ട് എടുക്കാത്തത്. അപ്പൊ എന്ത് ചെയ്യേ? അപ്പൊ ബി നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് നമുക്കിവിടെ ബി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ബി എന്ന് പറയുന്നതിന്റെ മോഡ് പുറത്തെടുത്തു. മോഡ് ബി ലിമിറ്റ് ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n പ്ലസ് 1 കിട്ടി. അപ്പൊ എന്നിന് നമ്മൾ ഇൻഫിനിറ്റി കൊടുത്താൽ ഈ ടൈം എന്തായി പോകും? 1 ബൈ ഇൻഫിനിറ്റി ആവും. 1 ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞത് 0, വിച്ച് ഈസ് 0 ലെസ് ദാൻ 1 ആണ്. r ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കൺവേർജന്റ് ആണ്. ഹെൻസ് ബൈ റേഷ്യോ ടെസ്റ്റ് the given series is convergent. The given series is convergent. അപ്പോൾ നമ്മൾ ഡൈവേർജന്റ് ആകുന്ന ഒരു സീരീസും കണ്ടു, കൺവേർജന്റ് ആകുന്ന ഒരു സീരീസും കണ്ടു. ഇനി നമുക്ക് അടുത്ത് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. Next question is, examine the convergence of the series 1 by 3 plus 1 into 2 divided by 3 into 5 plus 1 into 2 into 3 divided by 3 into 5 into 7 plus 1 into 2 into 3 into 4 divided by 3 into 5 into 7 into 9 plus etc. അപ്പോൾ ഇവിടെ നോക്കിയേ, ന്യൂമറേറ്ററിൽ 1 2 3 അത് ആഡ് ചെയ്ത് അല്ലെ, അത് കൂടിയാ പോകുന്നത്. താഴെയാണെങ്കിൽ ഓഡ് നമ്പേഴ്സ് ആണ്, 1 ഇല്ലാത്ത അല്ലെ, 1 അവോയ്ഡ് ചെയ്തിട്ടുള്ള ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ ഇവിടെ an നമ്മൾ എന്ത് എഴുതും? ഹിയർ an ഈക്വൽ ടു an എന്ന് പറഞ്ഞാൽ nth ടൈം എങ്ങനെയായിരിക്കുന്നത് അല്ലെ. അപ്പൊ nth ടൈം എന്ന് പറഞ്ഞാൽ ഇത് സെക്കൻഡ് ടൈം ആയപ്പോൾ 2 വരെ, തേർഡ് ടൈം ആയപ്പോൾ 3 വരെ. അപ്പൊ മുകളിൽ എവിടെ വരെ വരും? എക്സെട്ര n വരെ വരും. അതുപോലെ താഴെ എങ്ങനെ വരും? 3 into 5 into 7 into അല്ലെ എക്സെട്ര. ലാസ്റ്റ് ടൈം 2n plus 1 അല്ലേ ഇവിടെ മാറുന്നത്. 1 ആവുമ്പോൾ 3 വന്നു, 2 ആവുമ്പോൾ 5 വന്നു, അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ an എന്ന് പറയുന്നത്. ഇനി അതുപോലെ an plus 1 എന്ന് പറയുന്നത് ഒരു 1 into 2 into 3 into etc. n into n plus 1. ലാസ്റ്റത്തെ ഇവിടെ 3 into 5 into 7 into etc. 2n plus 1 into 2 into ഈ n-ന് പകരമാണ് റീപ്ലേസ് ചെയ്യുന്നത് കേട്ടോ. 2 into n plus 1 plus 1
ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എന്ത് വരും, ഇതിനെ മാറ്റി എഴുതാനായിട്ട് 2n + 2 + 1. അപ്പം എത്ര വരും, 2n + 3 വരും. അപ്പം അതിനെ നമ്മൾ 2n + 3 ആയിട്ട് എഴുതാം. 2n + 3. ഇനി നമ്മൾ റേഷ്യോ കാണാം. അപ്പം എന്ത് വരും, ലിമിറ്റ് n tends to infinity an + 1 divided by an, which is equal to limit n tends to infinity n + 1 എന്ന് പറയും 1 × 2 × 3 × etc. n × n + 1 divided by 3 × 5 × 7 × etc. 2n + 1 × 2n + 3. പിന്നെ ഡിവൈഡഡ് ബൈ ചെയ്യുന്നതിന് പകരം നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം മുകളിൽ 3 × 5 × 7 × etc. 2n + 1 വരും. ഡിനോമിനേറ്ററിൽ 1 × 2 × 3 × etc. n വരും. പിന്നെ നമ്മൾ കട്ട് ചെയ്യാനുള്ള കട്ട് ചെയ്യുക. ഇവിടെ 1 തൊട്ട് n വരെയുള്ള ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പം അത്ര ഇവിടെ കട്ട് ചെയ്തു, ഇവിടെയും കട്ട് ചെയ്തു. ബാക്കി n + 1 മാത്രം. അതുപോലെ ഇവിടെ 2n + 1 വരെയുള്ള ടേം കോമൺ ആണ്, അതും കട്ട് ചെയ്തു. ബാക്കി എന്താ ഉള്ളത്, ലിമിറ്റ് n tends to infinity n + 1 by 2n + 3. ഇതിൻ്റെ ലിമിറ്റ് കാണാൻ നമുക്കറിയാം. n പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ലിമിറ്റ് n tends to infinity n × 1 + 1 by n വരും, ഡിവൈഡഡ് ബൈ n × 2 + 3 by n വരും. ഇനി n കട്ട് ചെയ്തു. n ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയി, ഈ ടേം 0 ആയി. ബാക്കി എന്താണ് 1/2. അപ്പം നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 1/2 ആണ് നമുക്ക് കിട്ടുക, അല്ലേ? 1/2 which is less than 1 ആണ്. ലെസ് ദാൻ 1 ആയതുകൊണ്ട് സീരീസ് എന്താ, ഹെൻസ് ബൈ റേഷ്യോ ടെസ്റ്റ് ദ ഗിവൺ സീരീസ് കൺവേർജസ്. ലെസ് ദാൻ 1 ആയതുകൊണ്ട് ബൈ റേഷ്യോ ടെസ്റ്റ് എന്തായാലും എഴുതണം, നമ്മൾ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്തതെന്ന്. അപ്പോൾ ആ 4 ടെസ്റ്റുകൾ നല്ലപോലെ ക്ലിയർ ആക്കി എടുക്കണം. അപ്പം ഇങ്ങനെ ടേബിൾ തമ്മിൽ an കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സിഗ്മ n = 1 to infinity n raised to n divided by n factorial. ഇതിൻ്റെ കൺവേർജൻസും അതുപോലെ സിഗ്മ n = 1 to infinity n³ + 1 divided by 2 raised to n + 1. ഇതിൻ്റെ രണ്ടിൻ്റെയും കൺവേർജൻസ് ചെക്ക് ചെയ്യാനാണ്. ഇപ്പം നമുക്ക് ഫസ്റ്റത്തെ ചെയ്യാം. ഇവിടെ a എന്ന് പറയുന്നത് ഏതാണ്, n raised to n by n factorial. അപ്പോൾ an + 1 എന്ത് വരും, n + 1 raised to n + 1 divided by n + 1 factorial. പിന്നെ നമ്മൾ റേഷ്യോ എടുക്കണം. അപ്പം an + 1/an കണ്ടിട്ട് നമുക്ക് ലിമിറ്റ് ചെയ്യാം. അപ്പം ഇത് കാണാം, എന്ത് വരും, n + 1 raised to n + 1 divided by n + 1 factorial. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, n + 1 ഫാക്ടോറിയലിനെ n ഫാക്ടോറിയൽ ഇൻറ്റു n + 1 എഴുതിക്കൂടെ. പിന്നെ ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n raised to n. അപ്പം ഇതിൽ കട്ട് ചെയ്ത് പോവുക, n ഫാക്ടോറിയൽ രണ്ടും കട്ട് ചെയ്ത് പോവും. ബാക്കിയുള്ളത് എന്താണ്, n + 1 raised to n. ഇവിടുത്തെ n + 1 raised to n + 1 ആണുള്ളത്, അല്ലേ? താഴെ ഒരു n + 1 ഉണ്ടല്ലോ, നമുക്ക് അതിനെ ഇതായിട്ട് ഓപ്പറേറ്റ് ചെയ്തൂടെ. ഇവിടുത്തെ ഒരു n + 1-നെ ഇവിടുത്തെ ഒരു n + 1-നെ കൂടെ കട്ട് ചെയ്താൽ നമുക്ക് എന്താവും, n + 1 raised to n ആവും, ഇവിടെ ഒന്നും ഉണ്ടാവില്ല, അല്ലേ? അപ്പം നമുക്ക് n + 1 raised to n divided by n raised to n, which is equal to n + 1/n all raised to n ആയി. അപ്പം ഇതിൽ നിന്ന് നമുക്ക് n കോമൺ ആയിട്ട് എടുക്കാമല്ലോ. n കോമൺ ആയിട്ട് എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും, n മേലെയും താഴെയും കോമൺ ആയിട്ട് എടുത്തു. ബാക്കി ഇവിടെ 1 + 1/n ഉണ്ടാവുള്ളൂ, അല്ലേ? ഓൾ റേസ്ഡ് ടു n ആണ്. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്തിട്ട് ഓൾ റേസ്ഡ് ടു n ചെയ്തു. 1 + 1/n ഓൾ റേസ്ഡ് ടു n ആണ് ഈ റേഷ്യോ. ഇനി നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് കാണാം. അപ്പോൾ therefore ലിമിറ്റ് n tends to infinity an + 1/an equal to limit
n tends to infinity 1 plus 1 by n all raised to n. നമ്മൾ ലിമിറ്റ് കണ്ടപ്പോൾ പഠിച്ചിരുന്നു ഈ 1 plus 1 by n all raised to n-ന്റെ ലിമിറ്റ് ആസ് n tends to infinity എന്ന് പറയുന്നത് e ആയിരിക്കുന്നു. e എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഗ്രേറ്റർ ദാൻ 1 ആണല്ലോ. e എന്ന് പറയുന്നത് 3ക്കും 4നും ഇടയിലുള്ള നമ്പർ അല്ലേ, സോറി 2നും 3ക്കും ഇടയിലുള്ള നമ്പർ. അപ്പൊ e എന്ന് പറഞ്ഞാൽ എന്തായാലും ഗ്രേറ്റർ ദാൻ 1 ആണ്, അത് നമുക്കറിയാം. e എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ നമുക്ക് പറയാം ഡൈവേർജസ് ആണ്, ദ ഗിവൺ സീരീസ് ഡൈവേർജസ്. ഇനി ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട് നമുക്ക്. ജനറലായിട്ട് ഇതിന്റെ ഒരു റിസൾട്ട് ഞാൻ പറയാം. ലിമിറ്റ് n tends to infinity 1 plus 1 by x all raised to, ഇവിടെ 1 plus 1 by n all raised to n ആണ് e. അപ്പോൾ ഇവിടെ 1 plus a by n all raised to n ആണെങ്കിലോ അത് e പവർ a എന്ന് വരും. ഇങ്ങനെ വന്നെങ്കിൽ ഈ ലിമിറ്റ് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചു എന്ന് തോന്നുന്നു ലിമിറ്റ്, ഈ ലിമിറ്റ് കാണാൻ വേണ്ടി. അപ്പൊ ഈ എന്തായാലും ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ദ ഗിവൺ സീരീസ് ഡൈവേർജസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. n ക്യൂബ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 റേസ് ടു n പ്ലസ് 1. അപ്പൊ ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലെ an എന്ന് പറയുന്നത് n ക്യൂബ് പ്ലസ് 1 ബൈ 2 റേസ് ടു n പ്ലസ് 1 ആണ്. അപ്പൊ ഇനി an പ്ലസ് 1 എന്ത് വരും? an പ്ലസ് 1 ഈക്വൽ ടു n പ്ലസ് 1 ഹോൾ ക്യൂബ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 റേസ് ടു n പ്ലസ് 1 പ്ലസ് 1. ഇനി നമ്മൾ ആദ്യം റേഷ്യോ കാണാം. അപ്പൊ ലിമിറ്റ് എടുക്കുന്നതിന് മുന്നേ റേഷ്യോ കണ്ടിട്ട് ലിമിറ്റ് ചെയ്താൽ മതി. അപ്പൊ an പ്ലസ് 1 ഡിവൈഡഡ് ബൈ a എന്ന് പറയുന്നത് വരും n പ്ലസ് 1 ഹോൾ ക്യൂബ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 റേസ് ടു n പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു ഇതിന്റെ റെസിപ്രോക്കൽ 2 റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n ക്യൂബ് പ്ലസ് 1 വരും. അപ്പൊ ഇതിൽ നമുക്ക് കട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. കട്ട് ചെയ്യാൻ കാര്യമായിട്ട് നമുക്കൊന്നും കാണുന്നില്ല അല്ലെ. അപ്പൊ നമുക്കിനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന ഫോം നോക്കാം. നമുക്ക് എന്തെങ്കിലും തരത്തിൽ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റുമോ നോക്കാം. അപ്പൊ ഈ ടേമുകൾ നമുക്ക് എല്ലാം ഈ സൈഡിലോട്ട് കൊണ്ടുവരാം. ഈ ടൈമിനെ ഈ സൈഡിലോട്ടും ഈ ടൈമിനെ ഈ സൈഡിലോട്ടും കൊണ്ടുവരാം. വിച്ച് ഈസ് ഈക്വൽ ടു n പ്ലസ് 1 ഹോൾ ക്യൂബ് പ്ലസ് 1 ബൈ n ക്യൂബ് പ്ലസ് 1 ഇൻറ്റു 2 റേസ് ടു n പ്ലസ് 1 ബൈ 2 റേസ് ടു n പ്ലസ് 1 പ്ലസ് 1. ഇതിലെ ഈ രണ്ട് ടേമിൽ നമുക്ക് n ക്യൂബുകൾ പുറത്തെടുക്കാം. n ക്യൂബ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ n ക്യൂബ് ഇൻറ്റു ഇവിടെ എന്താ വരിക 1 പ്ലസ് 1 ബൈ n ഹോൾ ക്യൂബ് പ്ലസ് ഇവിടെ ഇതൊന്നും കൂടിയാണ് കേട്ടോ n ക്യൂബ് പുറത്തെടുത്ത് 1 ബൈ n ക്യൂബ് ഡിവൈഡഡ് ബൈ n ക്യൂബ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ n ക്യൂബ് ഇൻറ്റു 1 പ്ലസ് 1 ബൈ n ക്യൂബ് വരും. അപ്പം n ക്യൂബ് കട്ട് ചെയ്തു. ഇനി അടുത്ത ടൈമിൻ്റെയും കൂടെ അങ്ങനെ ചെയ്യണം കേട്ടോ. ഇൻറ്റു 2 റേസ് ടു n പുറത്തെടുക്കാം. നമുക്ക് ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് 2 റേസ് ടു n നമുക്ക് കോമൺ ആയിട്ട് എടുത്ത് നോക്കാം. 2 റേസ് ടു n എടുത്തു കഴിഞ്ഞാൽ 2 റേസ് ടു n ഇൻറ്റു ഇവിടെ 2 റേസ് ടു n എടുത്തു. അപ്പോൾ 1 പ്ലസ് 1 ബൈ 2 റേസ് ടു n ഡിവൈഡഡ് ബൈ ഇതിൽ നിന്ന് 2 റേസ് ടു n പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി 2 ഉണ്ട്. 2 പ്ലസ് 1 ബൈ 2 റേസ് ടു n. ഈ 2 റേസ് ടു n 2 റേസ് ടു n കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇനി ലിമിറ്റ് കൊടുക്കാം. Therefore limit n tends to infinity an plus 1 divided by an equal to ഇനി ബാക്കിയുള്ള ഈ ടൈമുകളെല്ലാം എഴുതാം. ലിമിറ്റ് n tends to infinity 1 plus 1 by n
all cube plus 1 by n cube divided by 1 plus 1 by n cube into 1 plus 1 by 2 raised to n divided by 2 plus 1 by 2 raised to n. ഇനി എന്നിന് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ടൈംസ് നമുക്ക് 0 ആക്കി എടുക്കാൻ നോക്കാം. എന്നിന് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആയി, ഈ ടേം 0 ആയി, ഈ ടേം 0 ആയി, ബാക്കി എന്നുള്ള 1 by 1 ഉണ്ട്. അതുപോലെ ഇവിടെ എന്നിന് ഇൻഫിനിറ്റി കൊടുത്താൽ 1 by ഇൻഫിനിറ്റി ഈ ടേം 0 ആവും, ഈ ടേം 0 ആവും. അപ്പോൾ ടോട്ടൽ എന്ത് വരും? 1 by 1 into 1 by 2 which is equal to 1 by 2, that is less than 1. അപ്പം r less than 1 ആണെങ്കിൽ by ratio test the given series is convergent. By ratio test given series convergent ആണ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഏത് സീരീസിനെയും നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് ലാസ്റ്റ് ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിൽ വന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാം, ഈ റേഷ്യോയിൽ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിൽ വന്നിട്ട് വേണം ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അധികവും നമുക്ക് ഏതെങ്കിലും ഒന്നെങ്കിൽ 1നേക്കാൾ ചെറുത് അല്ലെങ്കിൽ 1നേക്കാൾ വലിയ നമ്പേഴ്സാണ് കിട്ടുക. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, ഒന്നെങ്കിൽ ഫാക്ടോറിയൽസ് അല്ലെങ്കിൽ പവേഴ്സ് വരുന്ന ടേമിനാണ് നമ്മൾ പ്രധാനമായിട്ട് റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുക. അല്ലാത്തതിന് അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല, ചിലപ്പോൾ 6 1 ആവാം. അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ ഇത് ചെയ്താൽ നല്ലതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻവെസ്റ്റിഗേറ്റ് ദ കൺവെർജൻസ് ഓഫ് സീരീസ് സിഗ്മ n equal to 1 to infinity 4 raised to n into n factorial all square divided by 2n factorial. അപ്പോൾ ഇവിടെ നമുക്ക് റേഷ്യോ ടെസ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇവിടെ an എന്ന് പറയുന്നത് എന്താണ്? 4 raised to n into n factorial square divided by 2n factorial. an plus 1 4 raised to n plus 1 into n plus 1 factorial square divided by 2 into n plus 1 factorial. പിന്നെ റേഷ്യോ നമുക്ക് നോക്കാം. an plus 1 by an equal to 4 raised to n plus 1 into n plus 1 factorial n plus 1 factorialന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇതിനെ നമുക്ക് 2n plus 2 എന്ന് എഴുതാം അല്ലേ. 2n plus 2 മൾട്ടിപ്ലൈ ചെയ്താണ് ഞാൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ an പകരം ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 raised to n into n ഫാക്ടോറിയൽ സ്ക്വയർ. അപ്പൊ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന ഏതാണ്? 4 raised to n-ന്റെ ഒരു പവർ കട്ട് ചെയ്താണ് അല്ലേ. അപ്പോൾ 4 raised to n-ഉം 4 raised to n-ഉം കട്ട് ചെയ്താൽ ബാക്കി 4 ഉണ്ടാവും. പിന്നെ ഏതൊക്കെയാണ് കട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫാക്ടോറിയലൊക്കെ കുറച്ചൊക്കെ കട്ട് ചെയ്യാം. ഇവിടെ 2n ഫാക്ടോറിയലാണ് അല്ലേ. 2n ഫാക്ടോറിയൽ 2n plus 2 എത്താൻ എത്ര നമ്പേഴ്സ് ഉണ്ട്? 2n plus 1 ഉണ്ട്, 2n plus 2 ഉണ്ട് അല്ലേ. അപ്പോൾ 2n ഫാക്ടോറിയൽ രണ്ടിടത്തും കട്ട് ചെയ്താൽ ബാക്കി എത്ര നമ്പർ ഉണ്ടാവും? ഇവിടെ 2n plus 1 into 2n plus 2 ഉണ്ടാവും. എന്നുവെച്ചാൽ അത്ര കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ഈ n plus 1 ഫാക്ടോറിയൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടായിട്ട് എഴുതാം അല്ലേ. n plus 1 ഫാക്ടോറിയൽ ഇൻറ്റു n plus 1 ഫാക്ടോറിയൽ എഴുതി കൂടെ. 4 ഇവിടെയുണ്ട്, ബാക്കി ഇതിനെങ്ങനെ എഴുതും? n ഫാക്ടോറിയൽ ഇൻറ്റു n plus 1, അതൊരു ഘട്ടം കൂടെ ഉണ്ട്, സ്ക്വയർ അല്ലേ. ഇൻറ്റു n ഫാക്ടോറിയൽ ഇൻറ്റു n plus 1, പിന്നെ ഇവിടുത്തെ 2n ഫാക്ടോറിയൽ ഇൻറ്റു 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇതിനെ ഞാൻ 2n ഫാക്ടോറിയൽ ഇൻറ്റു 2n plus 1 ഇൻറ്റു 2n plus 2 എന്ന് എഴുതി. അപ്പോൾ 2n plus 2 ഫാക്ടോറിയൽ ആയല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? n ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയൽ എഴുതി. പിന്നെ ഏതൊക്കെ കട്ട് ചെയ്യാം? n ഫാക്ടോറിയലും n ഫാക്ടോറിയലും. ഇവിടെ n ഫാക്ടോറിയൽ കട്ട് ചെയ്തു.
ഇവിടെ 2n ഫാക്ടോറിയലും 2n ഫാക്ടോറിയലും കട്ടിടും. ഇനി ബാക്കിയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാ? 4 ഇൻറ്റു n പ്ലസ് 1 n പ്ലസ് 1 ആണ് അല്ലേ? 4 ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ, ഇതിനെ നമുക്ക് ഇതിൽ നിന്നൊരു 2 പുറത്തെടുക്കാമല്ലോ അല്ലേ? ആ 2 കൂടെ ഞാൻ പുറത്തെടുത്തേ. ഈ ടൈമിൽ നിന്ന് 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും, n പ്ലസ് 1 കിട്ടും ഇവിടെ. പിന്നെ ഈ ടൈമിൽ എഴുതാം 2n പ്ലസ് 1. അപ്പം ഈ ഒരു n പ്ലസ് 1ഉം n പ്ലസ് 1ഉം കൂടെ കട്ട് ചെയ്യാലോ. ഇതൊരു 2ഉം 4ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 2 മാത്രം, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2n പ്ലസ് 1. അപ്പം നമ്മുടെ ടേം നോക്കി എത്രയും ചെറുതായിന്ന്. ഇനി നമുക്ക് ലിമിറ്റ് എടുക്കാം. ഈ ടേം ഇവിടെ ഇരിക്കട്ടെ. അപ്പം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an പ്ലസ് 1 ബൈ an വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2 ഇൻറ്റു n പ്ലസ് 1 ബൈ 2n പ്ലസ് 1. ഇപ്പം ലിമിറ്റ് കാണാം. നമുക്ക് n മുകളിലും താഴെയും കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, n കോമൺ ആയിട്ട് എടുത്തു, കട്ട് ചെയ്തു. ബാക്കി എന്താ ഉള്ളത്? 2 ഇൻറ്റു 1 പ്ലസ് 1 ബൈ n വരും, ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇവിടെ 2 വരും അല്ലേ? 2 പ്ലസ് 1 ബൈ n. ഇനി എന്നിന് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ ടൈം 0 ആയി, ഈ ടൈം 0 ആയി, ബാക്കി 2 ബൈ 2 വരും. എന്നും കട്ട് ചെയ്തു 2 ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 1 വരും. 6 എന്ന് പറയുന്നത് 1 വന്നു അല്ലേ? അപ്പം നമുക്ക് റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ സിൻസ് r ഈക്വൽ ടു 1 ദ റേഷ്യോ ടെസ്റ്റ് ഫെയിൽ ആയി പോവുക. അപ്പോൾ ദ റേഷ്യോ ടെസ്റ്റ് ഫെയിൽസ്. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റ് എന്തായാലും നമുക്ക് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് അറിയണം. അപ്പോൾ നമുക്ക് റേഷ്യോ ടെസ്റ്റ് ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ച കമ്പാരിസൺ ടെസ്റ്റോ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ an പ്ലസ് 1 ബൈ a എന്ന് പറഞ്ഞ റേഷ്യോ എന്തായിരുന്നു നമുക്ക് വന്നത്? 2 ഇൻറ്റു n പ്ലസ് 1 നമുക്ക് 2n പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2n പ്ലസ് 1 എഴുതാം. ഏതായിരിക്കും വലുത്? എല്ലാ എന്നിനും n1 ടു ഇൻഫിനിറ്റി ആണ് വേരി ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈം കഴിഞ്ഞിട്ടുള്ള ടൈമായത്. അപ്പം മുകളിലുള്ള ടൈമാണ് വലുത് അല്ലേ? അപ്പം മുകളിലുള്ള ടൈം വലുതാണെങ്കിൽ അല്ലെ, മുകളിലുള്ള ടൈം ആയിരിക്കും എന്തായാലും വലുത്. അപ്പോൾ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 2n പ്ലസ് 1 ആണ്. അപ്പോൾ ഈ റേഷ്യോ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 വരും. എങ്ങനെയാന്ന് വെച്ചാൽ 2n പ്ലസ് 2 ഗ്രേറ്റർ ദാൻ 2n പ്ലസ് 1 ആണ്. ഇനി ഇവിടെ 2n പ്ലസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ എന്ത് കിട്ടും? 1 കിട്ടും. ഇവിടെ ഈ റേഷ്യോ കിട്ടി. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 എഴുതാലോ, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1 ഫോർ ഓൾ n. അപ്പോൾ നമുക്ക് എന്താ പറയുക? എല്ലാ ടേംസും ഇവിടെ an എന്ന് പറഞ്ഞത് an പ്ലസ് 2നേക്കാളും വലുതാണ് അല്ലേ? സോറി, an എന്ന് പറഞ്ഞ an പ്ലസ് 1നേക്കാളും ചെറുതാണ്. അപ്പോൾ ടേം ഇൻക്രീസ് ചെയ്താണ് പോകുന്നത്. നമ്മുടെ ടേം എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്താണ് പോകുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? എല്ലാ ടേമും ഫോർ ഓൾ ടേംസ് ഓഫ് ദ ഗിവൻ സീരീസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് പറയുന്നത് അല്ലേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് പറയുന്നത്. ഇവിടെ A1 എന്ന് പറഞ്ഞാൽ ഇപ്പൊ A1 എന്ന് പറയുന്നത് ലെസ് ദാൻ A2 ലെസ് ദാൻ അങ്ങനെയാ വരുന്നത് അല്ലേ? ഇവിടെ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. A1 ലെസ് ദാൻ A2 ലെസ് ദാൻ അങ്ങനെയാ വരുന്നത്. അപ്പൊ A1 എന്ന് പറഞ്ഞാൽ എന്താന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം. A1 എന്ന് പറഞ്ഞാൽ എന്താ? A1 ഈക്വൽ ടു നമുക്ക് എന്നിന് 1 കൊടുക്കാം നമ്മുടെ സീരീസിൽ. 4 പവർ 1 ഇൻറ്റു 1 ഫാക്ടോറിയൽ സ്ക്വയർ. 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 2. 4/2 വിച്ച് ഈസ് ഈക്വൽ ടു 2 ആണ് നമുക്ക് കിട്ടുന്നത്. A1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം A1നേക്കാളും വലുതായിരിക്കും എല്ലാ ടേമുകളും. അപ്പോൾ നമുക്ക് പറയാം ഓൾ ടേംസ് ഓഫ് ദ ഗിവൻ സീരീസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ ഓരോ സീരീസ് 2നേക്കാളും വലുതായി വരിക. അപ്പം അതിലെ an എന്ന് പറയുന്നത്
ഡസ് നോട്ട് കൺവേർജസ് ടു സീറോ അല്ലേ അല്ലെ. an എന്ന് പറയുന്നത് സീറോയിലോട്ട് എന്തായാലും കൺവേർജ് ചെയ്യില്ല, അത് എങ്ങോട്ടാ കൺവേർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇൻഫിനിറ്റിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻക്രീസിങ് സീക്വൻസ് ആണ് അല്ലെ. ഹെൻസ് ദ nth ടേം ഡസ് നോട്ട് കൺവേർജസ് ടു സീറോ ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. അപ്പോൾ നമ്മൾ nth ടേം ടെസ്റ്റ് യൂസ് ചെയ്യണം. nth ടേം ടെസ്റ്റ് വെച്ചിട്ട് an ഡസ് നോട്ട് കൺവേർജസ് ടു സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ സീരീസ് എന്തായിരിക്കും, ഡൈവേർജസ് ആയിരിക്കും എന്ന് പറയാം നമ്മുടെ nth ടേം ടെസ്റ്റ് വെച്ചിട്ട്. ഹെൻസ് ബൈ nth ടേം ടെസ്റ്റ് ദ എബോവ് സീരീസ് ഡൈവേർജസ്. an സീറോയിലോട്ട് കൺവേർജ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഈ സീരീസ് ഡൈവേർജസ് ആണെന്ന് പറയാം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോട്ട് ചെയ്യണം. ഹെൻസ് an plus 1 by an greater than 1 for all n. Therefore all terms of the given series is greater than or equal to this number. ഇതെന്തുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്, ഇവിടുന്ന് ഈ റേഷ്യോ നമുക്ക് കിട്ടും an plus 1 greater than an കിട്ടും അല്ലെ. an plus 1 greater than an കിട്ടും. അപ്പൊ എല്ലാ ടേമുകളും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ഇത് ഇൻക്രീസിങ് സീരീസ് ആണ്. അപ്പോൾ and hence the nth term does not converges to zero as n tends to infinity. Hence by nth term test the above series diverges. അപ്പോൾ ഈ ടെസ്റ്റ് ഫെയിൽ ആകുമ്പോൾ നിങ്ങൾ ഡൈവേർജസ് കൺവേർജസ് എന്നൊന്നും പറഞ്ഞ് എഴുതി വെക്കരുത്, വേറെ ഏതെങ്കിലും റിസൾട്ട് യൂസ് ചെയ്യണം നിങ്ങൾ.